السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ അസീസ് 2026 മാർച്ച് മാസം 27-ാം തീയതി നടത്തിയ ഖുതുബയുടെ ഒരു പ്രത്യേക ഭാഗമാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇസ്ലാമിലെ വിശ്വാസം എന്നത് മനുഷ്യർക്ക് ദൈവത്തിലുള്ള വിശ്വാസം, അതിന് ചിന്തിക്കുകയാണെങ്കിൽ വളരെ വലിയ പ്രാധാന്യമുണ്ടെങ്കിലും വളരെ പരിമിതമായ വിശ്വാസമാണ് മനുഷ്യൻ തുടരുന്നത്, വെച്ച് പുലർത്തുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിന് വമ്പിച്ച പ്രാധാന്യമുണ്ടെങ്കിലും മനുഷ്യന് വളരെ തുച്ഛമായ ഒരു വിശ്വാസമുള്ള കാര്യത്തിൽ ഒരിക്കലും നിരാശപ്പെടുത്താത്ത പൂർണ്ണ വിശ്വാസം അള്ളാഹുവിനുള്ള വിശ്വാസമാണ്. ബാക്കി ആരെയൊക്കെ നമ്മൾ വിശ്വസിച്ചാലും അവരൊക്കെ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ തള്ളിപ്പറയും. എന്നാൽ അള്ളാഹുവിനുള്ള യഥാർത്ഥമായ വിശ്വാസമുണ്ടെങ്കിൽ അതൊരിക്കലും മനുഷ്യനെ നിരാശപ്പെടുത്തുകയില്ല. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ചരിത്ര സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് വളരെ രസകരമായ ഒരു കഥ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. പ്രസ്തുത കഥ ഇപ്രകാരമാണ്. ബനു ഇസ്രായേലിലെ ഒരു മനുഷ്യൻ ബനു ഇസ്രായേലിലെ മറ്റൊരു മനുഷ്യനോട് 1000 ദിനാർ കടം ചോദിച്ചു. രണ്ടാമത്തെ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് സാക്ഷികൾ വേണം. ആദ്യത്തെ ആൾ പറഞ്ഞു, സാക്ഷിയായി അള്ളാഹു മതി. അള്ളാഹു സാക്ഷിയായി മതിയായവനാണ്. സമ്മതിച്ച പ്രകാരം പണം കടം കൊടുത്തു. കടക്കാരൻ കടൽ കടന്നു തൻ്റെ ജോലി പൂർത്തിയാക്കിയപ്പോൾ അവൻ കടം കൊടുത്തവൻ്റെ രാജ്യത്തിലേക്ക് പോകുവാൻ ഒരു കപ്പൽ അന്വേഷിച്ചു. അവന് കടന്നു പോകുവാൻ കപ്പൽ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ആയതിനാൽ അവൻ ഒരു മരത്തടി എടുത്ത് അത് പൊള്ളയാക്കി 1000 ദിനാറും കടം കൊടുത്തവന് വേണ്ടിയുള്ള ഒരു കത്തും അതിനുള്ളിൽ വെച്ച് നന്നായി അടച്ചു. അവൻ ആ മരത്തടി കടലിലേക്ക് കൊണ്ട് വന്നു പറഞ്ഞു, അല്ലാഹുവേ,
ഞാൻ ഇന്നവനിൽ നിന്ന് 1000 ദിനാർ വാങ്ങിയ കാര്യം നിനക്ക് നന്നായി അറിയാം. അവൻ ഒരു ജാമ്യക്കാരനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ ജാമ്യക്കാരനായി മതിയെന്ന്. അവൻ അത് സ്വീകരിച്ചു. അവൻ അതിന് സാക്ഷികളെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ സാക്ഷിയായി മതി. അവനത് സ്വീകരിച്ചു. തീർച്ചയായും പണം തിരിച്ചടയ്ക്കുവാൻ ഞാൻ ഒരു കപ്പലിനായി അതിയായി പരിശ്രമിച്ചു. പക്ഷേ എനിക്ക് ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ആയതിനാൽ ഞാൻ ഈ പണം നിന്റെ കൈകളിൽ ഭരമേൽപ്പിക്കുന്നു. അവൻ ആ മരത്തടി കടലിലേക്ക് എറിഞ്ഞു മടങ്ങിപ്പോയി. അതേസമയം പണം കൊടുക്കുവാനുള്ള ആളിൻ്റെ രാജ്യത്തേക്ക് പോകുവാനുള്ള പരിശ്രമം തുടർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം കടം കൊടുത്തയാൾ തൻ്റെ പണവുമായി ഒരു കപ്പൽ വരുന്നുണ്ടോ എന്നറിയാനായി തൻ്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി. പെട്ടെന്ന് അദ്ദേഹം ആ മരത്തടി കണ്ടു. അത് കത്തിക്കുവാനായി അയാൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. അത് വെട്ടിയപ്പോൾ അവൻ തൻ്റെ പണവും അകത്തുള്ള കത്തും കണ്ടെത്തി. തൊട്ടു പിന്നാലെ കടക്കാരൻ മറ്റൊരു 1000 ദിനാറുമായി വന്നു പറഞ്ഞു, അല്ലാഹുവാണ് സത്യം. ഞാൻ വന്ന കപ്പൽ ഒഴികെ നിന്റെ പണം കൊണ്ടുവരുവാൻ ഒരു കപ്പൽ കണ്ടെത്തുവാൻ ഞാൻ വളരെ പരിശ്രമിച്ചു, പക്ഷേ കണ്ടെത്തിയില്ല. കടം കൊടുത്തയാൾ ചോദിച്ചു, നീ എനിക്ക് എന്തെങ്കിലും അയച്ചോ? കടക്കാരൻ മറുപടി പറഞ്ഞു, ഞാൻ വന്ന കപ്പൽ ഒഴികെ ഒരു കപ്പലും കണ്ടെത്തിയില്ലെന്ന് ഞാൻ നിന്നോട് പറയുന്നു. കടം കൊടുത്ത ആൾ പറഞ്ഞു, നീ ആ മരത്തടിയിൽ അയച്ച പണം അല്ലാഹു തന്നെ എനിക്ക് എത്തിച്ചു തന്നു. ആയതിനാൽ നീ നിന്റെ പുതിയ 1000 ദിനാർ നീ തന്നെ സൂക്ഷിച്ചു കൊള്ളുക. നീ ശരിയായ പാതയിലാണ് എന്ന് ഉറപ്പിച്ചു കൊള്ളുക. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ചരിത്ര കഥാ സംഭവമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ശക്തിയാണ് ഈ കഥ കാണിക്കുന്നത്. ഒരു ആത്മാർത്ഥ ദാസൻ അവൻ്റെ കാര്യം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുമ്പോൾ അള്ളാഹു അവനെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. ഈ കഥ നമ്മുടെ മനോമുകുരത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കേണ്ടത് അള്ളാഹുവിലുള്ള യഥാർത്ഥമായ വിശ്വാസം ഏത് സന്ദർഭത്തിലും വെച്ച് പുലർത്തുകയും ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. മരണാനന്തര ജീവിതത്തിലും അവൻ നിരാശനാകേണ്ടി വരില്ല. അല്ലാഹു തആല ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ പരാമർശിച്ച നിലയിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം വെച്ച് പുലർത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.